5 നേരം കൃത്യതയോടുകൂടിയുള്ള നമ്മുടെ നിസ്കാരം നടന്നാൽ ഒരു ദിവസം ഉണ്ടായാൽ നമ്മൾ ഈമാനിന്റെ പരിപൂർണമായ തലതയിൽ എത്തിയെന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഇബ്ലീസ് നമ്മളെ തോന്നിപ്പിക്കും. ആ തോന്നൽ കൊണ്ടുണ്ടാകുന്ന ഫലം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇശാഇന്റെ ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്തു, അല്ലെങ്കിൽ മജ്‌ലിസിലൂടെ നമ്മൾ പങ്കെടുത്തു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വഴിയിലൂടെ ഒരു ജമാഅത്തിൽ പങ്കെടുക്കാതെ നടന്നു പോവാണെങ്കിൽ നമ്മൾ അവനെ വിലയിരുത്തും, ഇവനൊക്കെ എന്ത് മുസ്ലിമാണ്. നമ്മുടെ നാട്ടിൽ മജ്‌ലിസിലൂടെ ഒരു പരിപാടി നടന്നിട്ട് ഈ എല്ലാ കൊല്ലവും വാർഷികം നടന്നിട്ട് പോലും ആ വാർഷികത്തിന്റെ അന്ന് വന്നൊരു ചോറ് മേടിക്കാനല്ലാതെ ഇവരൊന്നും ഒരു ദിവസം പോലും ഈ പള്ളിയുടെ ഉള്ളിലേക്ക് ഒരു മജ്‌ലിസിനോട് പോലും പങ്കെടുത്തിട്ടില്ലല്ലോ. ഇവനൊക്കെ എന്തൊരു മനുഷ്യനാണ്, ഇവനൊക്കെ ഈ മഹലിന്റെ എന്തൊരു അംഗാണ്, അല്ലെങ്കിൽ ഇവനൊക്കെ ഏത് രീതിയിലാണ് മുസ്ലിമായിട്ട് പറയാൻ പറ്റുക, മദീനയോടൊക്കെ ഇവനുള്ള സ്നേഹമുണ്ടോ? അല്ലെങ്കിൽ സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുത്താൽ അവനൊക്കെ നേരം കൊടുക്കുമ്പോൾ 8 മണിയാകും, അവനൊക്കെ സുബഹി നിസ്കരിക്കാറുണ്ടോ? വല്ല ആളുകളെയും കുറിച്ചുള്ള വർത്തമാനം ആരോടും പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ വരും. എന്തുകൊണ്ട് വരും? നമ്മൾ വലിയ മുഅ്മിനാണ്, മറ്റവൻ ചെറിയ മുഅ്മിനാണ്. നമ്മൾ 5 വഖത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന മുഅ്മിനിന്റെ ഉന്നതമായ സംഘങ്ങളിലുള്ളവനാണ്. മറ്റവനോ ജമാഅത്തില്ലാത്ത വെറും മുഅ്മിനെന്ന് പറയാൻ പോലും അർഹതയില്ലാത്തവനാണ്. ഈ ധാരണ മനസ്സിലേക്ക് വന്നാലോ അവിടെ കൊണ്ട് നമ്മുടെ ഈമാൻ പടിയിറങ്ങി പോകും. അവിടെയാണ് വിഷയം. നമ്മൾ വിചാരിക്കേണ്ടത് മുഴുവനും അവനവന്റെ നഫ്സിനെ ചെറുതാക്കാൻ പഠിക്കണമെന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച സ്വഹാബത്ത് കാണിച്ചു തരുന്നു.